ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ജിലേബീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ജിലേബീനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ബേക്കറിയിൽ അതേ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായി ജിലേബി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 150 ഗ്രാമിൻ്റെ ഒരു കപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അളവ് കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സാഫ്രോണിൻ്റെ ഓറഞ്ച് കളറാണ്. നിങ്ങൾക്ക് യെല്ലോ, റെഡോ, ഓറഞ്ചോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുനാരങ്ങ നീരും തൈരും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ജിലേബിക്ക് ചെറിയൊരു പുളി കിട്ടാറില്ലേ, അപ്പോൾ ആ ഒരു പുളി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്നിച്ചങ്ങ് ഒഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒഴിച്ചാൽ നമ്മൾ ഈ ബാറ്റർ ലൂസായിട്ട് നമുക്ക് ഈ ജിലേബി റെഡിയാക്കി കിട്ടില്ല. അപ്പോൾ ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഞാനൊരു 30 മിനിറ്റ് നേരം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളെ പഞ്ചസാരപ്പനി നമുക്ക് ഉണ്ടാക്കാം. ഈ പഞ്ചസാര മെൽട്ടാകുന്നവരെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിപ്പോൾ ഒരു നൂൽ പരിവ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് മെൽട്ടായിട്ട് ഒന്ന് കുറുകി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കളർ ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പ് ബാഗ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഫോയിൽ വെച്ചിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഈ ഫോയിൽ ഇല്ലെങ്കിൽ ഈ പാലിൻ്റെ കവറിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നിറച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായതിന് ശേഷമാണ് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ മേൽഭാഗവും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ ഈ ജിലേബി എടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം.
അത് ഈ ജിലേബിൻ്റെ ഉള്ളിൽ സിറപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ചെയ്തെടുത്തിട്ട് തിരിച്ച് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ക്രിസ്പി ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തുനിന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.